2023 ഒക്ടോബർ 7-ന് ഹമാസുകാർ ഇസ്രായേലിൽ ഇരച്ചുകയറി നടത്തിയ ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ യഹ്യ സിൻവാറിനെയും അദ്ദേഹത്തിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയയുമടക്കം മുതിർന്ന നേതാക്കളെ വധിച്ച ഇസ്രായേൽ പദ്ധതിയുടെ നടത്തിപ്പുകാരനെ തിരഞ്ഞുള്ള പാച്ചിലിലായിരുന്നു ഇത്രനാളും. ഇപ്പോഴിതാ അദ്ദേഹത്തെ കണ്ടെത്തുകയും ഡ്രോൺ ആക്രമണത്തിൽ വധിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ഹമാസിന്റെ നുഖ്ബ ഫോഴ്സിന്റെ കമാൻഡർ അബ്ദ് അൽ ഹദി സാബയെയാണ് വധിച്ചിരിക്കുന്നത്. 2023 ഒക്ടോബർ 7-ലെ ആക്രമണത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനിയാണ് സാബ. സാബയുടെ കമാൻഡ് അനുസരിച്ചാണ് ഹമാസുകാർ ഓരോ കാര്യങ്ങളും ചെയ്തതെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. ഖാൻ യൂനിസ് മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു സാബ. ഇവിടെ അഭയാർത്ഥികൾക്കായുള്ള താമസ സ്ഥലത്ത് ആയിരുന്നു ഇയാൾ രഹസ്യമായി കഴിഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. മാത്രമല്ല, സാബയുടെ മരണം ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസോ ഹിസ്ബുള്ളയോ ഒന്നും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഖാൻ യൂനിസിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ നടത്തിയ ആക്രമണത്തിലാണ് നുഖ്ബ ഫോഴ്സിന്റെ പ്രധാന കമാൻഡറായ സാബയെ വധിച്ചതെന്ന് ഇസ്രായേൽ സേന എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് കിബുറ്റ്സ് നിർ ഓസിലേക്ക് നുഴഞ്ഞു കയറിയ സാബ ഖാൻ യൂനിസിന്റെ അഭയാർത്ഥി മേഖലകളിലായിരുന്നു രഹസ്യമായി കഴിഞ്ഞിരുന്നത്. ഇവിടെ നിന്നും ഇയാൾ നിരവധി തവണയാണ് ഇസ്രായേൽ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തിയതെന്നും സേന പറയുന്നുണ്ട്.